ട്രംപ് ജനാധിപത്യത്തിന്റെ സ്വയം പ്രഖ്യാപിത മിശിഹയാകാൻ ശ്രമിക്കുന്നു. US ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു. RSS മുഖപത്രത്തിൽ രൂക്ഷ വിമർശനം. ട്രംപിന്റെ തീരുവയിൽ അമേരിക്ക വിലക്കയറ്റത്തിലേക്ക്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാമെന്ന ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ അബദ്ധ പഞ്ചാംഗമെന്ന് വിദഗ്ധർ. അമേരിക്കയിലെ കുട്ടികൾ കളിപ്പാട്ടത്തിനായി കരയുന്നത് പോലും ട്രംപിന്റെ ഉറക്കം കെടുത്തും. സെപ്റ്റംബറിൽ UN പൊതുസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെ ട്രംപിനെതിരെ നിശിത വിമർശനവുമായി RSS മുഖപത്രം. ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വ്യാജേന US ഭീകരതയും സ്വേച്ഛാധിപത്യവും പ്രചരിപ്പിക്കുകയാണെന്നാണ് മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനം അവകാശപ്പെടുന്നത്. ട്രംപിന്റെ വ്യാപാര യുദ്ധങ്ങളും തീരുവകളും മറ്റ് രാഷ്ട്രീയങ്ങളുടെ പരമാധികാരത്തിൽ ഇടപെടാനും ദുർബലപ്പെടുത്താനുമുള്ള പുതിയ ഉപകരണങ്ങളായി മാറിയിരിക്കുന്നുവെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ട്രംപിന്റെ തീരുവ നയത്തെ തുടർന്ന് വഷളായ ബന്ധം മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന സമയത്താണ് ഓർഗനൈസർ വിമർശനവുമായി രംഗത്തു വന്നത്. ഐക്യരാഷ്ട്രസഭ, ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ അപ്രസക്തമാണെന്നും രാജ്യത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ കോളനിവൽക്കരണത്തിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയാണെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നു. യുക്രൈൻ സംഘർഷത്തിനിടയിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിനെ തുടർന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US തീരുവ 50% വർദ്ധിപ്പിച്ചിരുന്നു. ഓഗസ്റ്റ് 27-ന് ഇത് പ്രാബല്യത്തിൽ വരും. എന്നാൽ സമയപരിധിക്ക് മുമ്പ് തർക്കങ്ങൾ പരിഹരിച്ച് US-ഉമായി ഒരു വ്യാപാര കരാറിനായി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തീരുവയുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയും US-ഉമായുള്ള വ്യാപാര ബന്ധത്തിൽ വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ റഷ്യയുമായും ചൈനയുമായും ബന്ധം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ മറ്റൊരു വഴിക്ക് ഇന്ത്യ ഊർജിതമാക്കുന്നുമുണ്ട്. ഈ നീക്കത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഓഗസ്റ്റ് 21-ന് റഷ്യ സന്ദർശിക്കുമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയുമായി ചർച്ച നടത്തുമെന്നുമാണ് ലഭ്യമായ വിവരം. കൂടാതെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയെ അതിനു മുൻപ് ഇന്ത്യയിലേക്ക് സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നുണ്ടെന്നും സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. നിലവിലെ സവിശേഷമായ സാഹചര്യത്തിൽ ജയശങ്കറിന്റെ മോസ്കോ സന്ദർശനം അത്യധികം പ്രാധാന്യമേറിയ കാര്യമാണ്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുടിനുമായി മോദി സംസാരിക്കുകയും ചെയ്തിരുന്നു. അടുത്ത റഷ്യ-ഇന്ത്യ വാർഷിക ഉച്ചകോടിക്കുള്ള തയ്യാറെടുപ്പ് കൂടിയാലോചനയുടെ ഭാഗമാണ് ജയശങ്കറിന്റെ സന്ദർശനം എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിച്ച് പ്രധാനമന്ത്രി സെർജി ഷോയിഗുവിനെ കാണുകയും പ്രസിഡന്റ് പുടിനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ജയശങ്കറും ലാവ്റോവും തമ്മിലുള്ള കൂടിക്കാഴ്ച വരുന്നത്. ഇന്ത്യ റഷ്യ വ്യാപാരം തന്നെയാവും ഏറ്റവും ഉറ്റുനോക്കുന്ന മേഖല. ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജയശങ്കറിന്റെ മോസ്കോ സന്ദർശനത്തിന് മുന്നോടിയായി ഇത് നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ചൈന അതിർത്തി വിഷയത്തിൽ ഉന്നതതല ചർച്ചകൾ തുടരുക എന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് സൂചനയുണ്ട്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിക്കായി ചൈനയിലെ ടിയാൻജിനിൽ മോദി നടത്താനിരിക്കുന്ന സന്ദർശനത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പ് യോഗങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഡൽഹിയിൽ വാങ്ങിന്റെ ആശയവിനിമയങ്ങൾ നടക്കുക എന്നാണ് വിവരം. പാകിസ്ഥാനുമായുള്ള ചൈനീസ് ബന്ധം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഇന്ത്യയുടെ ഇടപെടലുകൾ. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ ട്രംപ് തീരുവ ചുമത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പങ്കാളികളുമായും സഖ്യകക്ഷികളുമായും ഇന്ത്യ നിരവധി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവയുമായി മോദി ഫോണിൽ സംസാരിച്ചു. ഓഗസ്റ്റ് 12-ന് റഷ്യയിലേക്കുള്ള കരമാർഗ ഗതാഗതം സുഗമമാക്കാൻ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഇടനാഴി ഉൾപ്പെടെയുള്ള കണക്ടിവിറ്റി പദ്ധതികളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. ട്രംപിന്റെ തീരുവ പരീക്ഷണങ്ങൾ അമേരിക്കയെ വലിയ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടേക്കുമെന്നാണ് സൂചന. വ്യാപാര പങ്കാളികളായ മിക്ക രാജ്യത്തിനും ട്രംപ് ഉയർന്ന തീരുവ അടിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അമേരിക്കയിൽ വിലവർധന കാര്യമായി പ്രകടമാക്കിയിട്ടില്ല. തീരുവ മുൻകൂട്ടി കണ്ട് കമ്പനികൾ ചരക്കുകൾ ശേഖരിച്ചതാണ് ഇതിന് കാരണമെന്നാണ് കരുതുന്നത്. അമേരിക്കയിലേക്ക് ഉൽപ്പാദനം തിരികെ കൊണ്ടുവരാനും തൊഴിലവസരങ്ങൾ കൂട്ടാനും ലക്ഷ്യമിട്ടാണ് ട്രംപ് തീരുവ ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ഏറെ ദുഷ്കരമായിരിക്കുമെന്ന് വിവിധ സർവകലാശാലകളിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർമാരും ഗവേഷണ സംവിധാനങ്ങളും വിലയിരുത്തുന്നു. തൊഴിലധിഷ്ഠിത വ്യവസായങ്ങളിൽ മത്സരക്ഷമത നിലനിർത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നതാണ് ഇതിന് കാരണം. ഉയർന്ന ഇറക്കുമതി തീരുവയുടെ ആഘാതം അമേരിക്കൻ ജനങ്ങൾ തന്നെ നേരിടേണ്ടി വരും.
ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നത് ഉപഭോഗം കുറയ്ക്കും. ഇത് തൊഴിലവസരങ്ങൾ പിന്നോട്ടടിപ്പിക്കാനാണ് സാധ്യതയെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ചൈനയ്ക്ക് 145% തീരുവ ചുമത്തിയത് അമേരിക്കയിലെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളുടെ വിലയെ വരെ ബാധിക്കും. ചൈനയിൽ നിന്നാണ് അമേരിക്കയിലേക്കുള്ള കളിപ്പാട്ടങ്ങളുടെ 75% കയറ്റുമതിയും. ഇന്ത്യയുടെ 6000 കോടി രൂപ വരുന്ന കളിപ്പാട്ട കയറ്റുമതിയുടെ 40%-ലധികവും അമേരിക്കയിലേക്കാണ്. അതായത് കളിപ്പാട്ടത്തിനായുള്ള കുട്ടികളുടെ കരച്ചിൽ പോലും ട്രംപിനെതിരെയുള്ള വികാരമായി മാറും.